കൂടരഞ്ഞി പെരുമ്പുള മഞ്ഞക്കടവിൽ കിണറ്റിൽ വീണ പുലിയെ വനംവകുപ്പ് കൂട് വെച്ച് പിടികൂടി. പുലർച്ചെ 1 മണിയോടെയാണ് പുലിയെ കൂട്ടിലാക്കിയത്. പിടികൂടിയ പുലിയെ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഗുലാം നബി ആസാദ് ചേരും വിശദാംശങ്ങളുമായി. ആസാദ്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയായിട്ട് ഈ പുലിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട്. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും CCTV ക്യാമറ വെച്ചതിന് ശേഷമാണ് അത് പുലിയാണെന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ രീതിയിൽ ആ മിഷൻ സക്സസ്ഫുൾ ആയി എന്ന് വേണം തന്നെ പറയാനല്ലേ? കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് പുലിയെ കൂട് വെച്ച് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് കിണറ്റിൽ കൂട് ഇറക്കി സ്ഥാപിച്ചത്. വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചിരുന്നത്. കൂട് സ്ഥാപിച്ച് ഇര വെക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് പുലി കൂട്ടിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പുലിയെ കിണറ്റിൽ കണ്ടത്. മഞ്ഞക്കടവ് സ്വദേശി കുരിയാച്ചന്റെ പറമ്പിലെ കിണറ്റിലാണ് പുലിയെ കണ്ടത്. തുടർന്ന് പുലി കിണറ്റിലെ തന്നെ ഒരു വലിയൊരു മാളത്തിലേക്ക് മറഞ്ഞു നിൽക്കുകയായിരുന്നു. പല രീതിയിലും പുലിയെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യാതൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. CCTV ക്യാമറകൾ, അതേപോലെ തന്നെ പടക്കം ഉപയോഗിച്ച് പൊട്ടിക്കൽ, അത് തുടർച്ച് പിന്നീട് കിണറ്റിൽ ഇര വെച്ച് ഉള്ള ഒരു പരിശോധന, ഇതിലാണ് പുലി ഇര കൊണ്ടുപോയതായിട്ട് കണ്ടത്. പിന്നീട് CCTV ക്യാമറ സ്ഥാപിച്ചു 2 ദിവസം മുമ്പ്. അതിനുശേഷം ഇന്നലെ പുലിയുടെ ദൃശ്യം ലഭിക്കുകയും തുടർന്ന് വനംവകുപ്പ് കൂട് എത്തിച്ച് കിണറ്റിലിറക്കി അഗ്നിരക്ഷാ സേനയുടെ ഉൾപ്പെടെ സഹായത്തോടെ കിണറ്റിൽ കൂടിറക്കി ഇരയെ സ്ഥാപിച്ചതോടെയാണ് ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി പുലിയെ പിടികൂടാൻ സാധിച്ചത്. പിടികൂടിയ പുലിയെ ഇപ്പോൾ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുലിക്ക് സാരമായ മുഖത്തും ഉൾപ്പെടെ സാരമായ പരിക്കുകൾ അല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. അത് തന്നെയാണ്, പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പോഴേക്കും ആസാദ് പറഞ്ഞു. എന്തായാലും ബുധനാഴ്ചയാണ് പുലിയെ കിണറ്റിനകത്ത് നിന്നും കുടുങ്ങിയൊരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ആ കിണറ്റിലായിരുന്നു പുലി. അതിനു വേണ്ടിയിട്ട് പിടികൂടാനുള്ള ശ്രമങ്ങൾ പലതും ഉണ്ടായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം CCTV വെച്ചതോടെ അത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇപ്പോൾ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ താമരശ്ശേരി റേഞ്ച് ഓഫീസിലേക്ക് പുലിയെ കൊണ്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും ആരോഗ്യവാനാണ് പുലി എന്നത് വേണം കണക്കാക്കാൻ. ആസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.